ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെജിറ്റബിൾ പിക്കിൾസ് ആണ് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഷോപ്പിംഗ് തന്നെയാണ്. കുറച്ച് വെജിറ്റബിൾസ് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ വെജിറ്റബിളാണ് വെജിറ്റബിൾ പിക്കിൾസ് ഇടാൻ വേണ്ടി വേണ്ടത്. ഞാൻ സാധാരണ ഇവിടെ വന്ന ഷോപ്പിംഗ് ചെയ്യുന്ന കേട്ടോ. ഇവിടെ നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ഗാർമെൻറ്റ്സ് ഉൾപ്പെടെ എല്ലാം കിട്ടും. വലിയ ഷോപ്പാണ്. അപ്പോൾ നമുക്കിപ്പോൾ വെജിറ്റബിൾ മാത്രം മതി. നമുക്ക് വെജിറ്റബിൾ സെക്ഷനിലേക്ക് പോകാം. കോളിഫ്ലവർ വേണമെങ്കിൽ നമുക്ക് ഇട്ടാൽ മതി കേട്ടോ. പക്ഷെ ഞാൻ കോളിഫ്ലവർ ഇടുന്നില്ല. കാരണം നോർത്ത് ഇന്ത്യയിലത്തെ ഡിഷിലാണെങ്കിൽ കോളിഫ്ലവർ ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ ഇടാം കേട്ടോ. ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് വേവിക്കുമ്പോൾ കോളിഫ്ലവർ കൂടെ ഇട്ട് വേവിക്കാം. പക്ഷെ ഞാനിപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല. എനിക്ക് കോളിഫ്ലവറിൻ്റെ ടേസ്റ്റ് ഞാൻ എടുക്കുന്നില്ല. പിന്നെ എന്ത് വെജിറ്റബിൾ ആണെങ്കിലും നമ്മൾ കുക്ക് ചെയ്യുന്ന എല്ലാ വെജിറ്റബിൾസും ഇടാം. മീറ്റിൻ്റെ സെക്ഷനാണ്. പാഴ്സലി മധുരവും പുളിയൊക്കെ ചേർന്നാണ് ഇതിൻ്റെ പ്രത്യേകത. നല്ല മധുരമാണ്. വെന്ത് കഴിയുമ്പോൾ എനിക്കൊക്കെ ഇഷ്ടമാണ്. ഇത് അച്ചാറിനോട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അത് നമുക്ക് വേണം. മധുരക്കിഴങ്ങ് അത് വേണമെങ്കിൽ ഇടാം കേട്ടോ. മധുരക്കിഴങ്ങ് ഇപ്പോൾ ഞാൻ ഇവിടെ സാധാരണ മധുരക്കിഴങ്ങ് ഇരിക്കുന്നത് കണ്ടോ. പക്ഷേ അവിടെ കാലിയെ കിടക്കണം. അപ്പോൾ മധുരക്കിഴങ്ങില്ല. അതിന് പകരം ഞാൻ പാഴ്സലിപ്പ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരു പാഴ്സലിപ്പാണ്. അത് മതിയാകും. അപ്പോൾ നമ്മുടെ ചെറിയ ഷോപ്പിംഗ് കഴിഞ്ഞു. ഇപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു. കുറച്ച് സാധനങ്ങളെ വാങ്ങിച്ചോളൂ. നമുക്ക് ഇടാനുള്ള ഈ പിക്കിളിടാനുള്ള സാധനങ്ങൾ വാങ്ങിച്ചു. പിന്നെ വീട്ടിൽ ആവശ്യത്തിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു. ഇന്ന് ഇത്തിരി തിരക്കാണ്. കാരണം എനിക്കിന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിങ് വിശേഷങ്ങൾ ഇതൊക്കെയാണ്. ഇച്ചിരി തിരക്കാണ്. വീട്ടിൽ ചെന്ന് ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. നൈറ്റ് ഷിഫ്റ്റ് ഉണ്ടെന്ന്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഷോപ്പിങ്ങിൻ്റെ കൂടെ കുറച്ച് സ്ഥലങ്ങളും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഒരു ഗാർഡനാണ്. അപ്പോൾ സെൻറ്റ് ജോർജ് ചർച്ചിൻ്റെ ഗാർഡനാണിത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ഗാർഡനാണ്. നിങ്ങൾക്ക് കാണാം ഒരുപാട് മരങ്ങളും അതുപോലെ പീപ്പിളൊക്കെ കൂടുതലും നടക്കാൻ വരുന്നതും സമയം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് UK സമ്മർ ടൈമാണ്. അപ്പോൾ കണ്ടോ വലിയ മരങ്ങളാണ് കേട്ടോ. നല്ല കാറ്റും തണലും ഒക്കെ ഉള്ളൊരു ഗാർഡനാണ്. അതുപോലെ 4 ചുറ്റും സെമിത്തേരിയാണ് കേട്ടോ. 1872 മരിച്ചവരുടെ അതിൽ തന്നെ കൊത്തി വെച്ചിട്ടുള്ള നമ്മൾ കാണാം. ഒരുപാട് ഇതിന് ചുറ്റും കല്ലിന് കൊത്തി വെച്ച കണ്ടുകളാണ് മരിച്ചവരുടെ അടക്കം ചെയ്തവരുടെയൊക്കെ. ഇപ്പോഴൊക്കെ വല്ല നൂറ്റാണ്ടുകൾ പോകും. ഇതൊരു യോക്ക് ട്രീ ആണ് കേട്ടോ. തേക്ക് മരം. നമ്മുടെ നാട്ടിലതിനെക്കാട്ടി വ്യത്യാസമാണ് ഇതിൻ്റെ ലീഫെല്ലാം. നമ്മുടെ നാട്ടിൽ വേറൊരു തരത്തിലുള്ള ലീഫാണ്. പക്ഷേ ഇതിൻ്റെ ലീഫ് കണ്ട ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ലീഫാണ്. പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാനിത് വരയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വലിയ മരങ്ങളുള്ളൊരു ഗാർഡനാണിത്. അതുപോലെ വൈകുന്നേര സമയങ്ങളാണ് നല്ല തിരക്ക്. ഇപ്പോൾ ഉച്ച സമയമാണ്. എല്ലാവരും ലഞ്ചിൻ്റെ ആ ഒരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് ആൾ കുറവാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ സമയം തന്നെ ഷോപ്പിങ്ങിനായിട്ട് തിരഞ്ഞെടുത്തത്. കാരണം ഒരുപാട് പീപ്പിൾ ഉള്ളപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഹോളിഡേ ഒരു മൂഡിലാണ്. അവധിയാണ്. കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും പുറത്തുണ്ട്. ഞങ്ങളുടെ ഈ വീടിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് ഒരു ബീച്ചാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാനിതിന് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് മുഴുവൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ള് പച്ചപ്പാണ്. കാരണം വിൻ്ററായി തുടങ്ങിയിട്ടില്ല. നല്ല സമ്മറിൻ്റെ ടൈമാണ്. നല്ല ചൂടും വെയിലും ഒക്കെ ഉള്ളൊരു സമയം. ഇപ്പോൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിപ്പോൾ നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കിച്ചണിലോട്ട് പോകാം.
ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും അമ്മൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞു വന്നു. ഞാനിപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ് കേട്ടോ. ഒരു മാസം വരെയൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടൊരു പിക്കിളാണ്. വെജിറ്റബിൾ കൊണ്ട് നമ്മൾ പിക്കിള് തയ്യാറാക്കി അങ്ങനെ ശ്രമിക്കാറില്ലല്ലേ. ഫിഷോ അല്ലെന്നുണ്ടെങ്കിൽ മാംഗോ, ലെമൺ അതൊക്കെയാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. എന്നാൽ ഈ വെജിറ്റബിൾ പിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് 1-2 മാസമൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ട് എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ചപ്പാത്തിയുടെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ എന്ത് വേണമെങ്കിലും നമുക്കൊരു സൈഡ് ഡിഷ് ആയിട്ട് നമുക്ക് ഈ വെജിറ്റബിൾ പിക്കിൾ കഴിക്കാം. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതിന് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണോ? ഞാനിപ്പോൾ മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല പുളിപ്പുള്ള മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. 2 മാങ്ങ എടുത്തു കഴിഞ്ഞാൽ, ഒരു മാങ്ങ എടുത്തു കഴിഞ്ഞാൽ 2 നാരങ്ങയാണ് എടുക്കേണ്ടത്. നാരങ്ങ ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടമുള്ള വെജിറ്റബിൾ നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബീട്രൂട്ട്, ഒരു ചെറിയ ബീട്രൂട്ടാണ്. അതിങ്ങനെ കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കോവയ്ക്ക, അത് പല സ്ഥലത്തും പല രീതിയിലാണ് പറയുന്നത്. അത് ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. അതൊരു 5-10 എടുക്കാം, അളവനുസരിച്ചിട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വേണമെങ്കിൽ എടുക്കാം. പിന്നെ ക്യാരറ്റ്, അതിപ്പോൾ ഒരു മീഡിയം സൈസ് ക്യാരറ്റ് ഇതുപോലെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പാഴ്സ്നിപ്പ്, അത് നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ എടുത്താൽ മതി. മധുരക്കിഴങ്ങാണെന്നുണ്ടെങ്കിലും ചേർക്കാം. ഇതൊരു അല്പം മധുരം ചേർന്ന ഒരു വെജിറ്റബിൾ ആയിട്ടാണ് ഇതെടുത്തത്. അപ്പോൾ പിന്നെ വേണ്ടത് ജിഞ്ചറും ഗാർലിക്കും ഇതുപോലെ നന്നായിട്ടൊന്ന് കല്ലിൽ ചതച്ചെടുത്തതാണ്. ഒരു 4 പച്ചമുളക് വേണം. പിന്നെ ശർക്കരയാണ് നമ്മളിതിന് ചേർക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട്. ഒരല്പം ശർക്കരയുടെ രുചിയും കൂടെ വരുമ്പോഴാണ് ഇത് പഴകുമ്പോൾ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഒരു 2 ശർക്കര എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് താളിക്കാനായിട്ടുള്ള, അതായത് ആദ്യം ഇടാനുള്ള കറിവേപ്പിലയും വറ്റൽ മുളകും ഉണക്കമുളക് വേണം. ജീരകം വേണം. ജീരകം ഒരു 2 സ്പൂൺ ആകാം. ഒരു 2 സ്പൂണ് കടുക്. അപ്പോൾ വിനീഗർ വേണം, പ്രധാനപ്പെട്ടതാണ് വിനീഗർ. ഇപ്പം ഞാൻ ഈ വെജിറ്റബിൾ പിക്കിള് തയ്യാറാക്കുന്നത് നല്ലെണ്ണയിലാണ് കേട്ടോ. കടുകെണ്ണയിൽ വേണമെങ്കിലും തയ്യാറാക്കാം. അതും കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ കടുകെണ്ണയുടെ സ്മെല്ലൊന്നും ചിലർക്ക് പെട്ടെന്ന് പിടിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കടുകെണ്ണ ഉപയോഗിക്കാത്തത്. ഞാനും അധികം കടുകെണ്ണ ഉപയോഗിക്കാറില്ല. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ റീഫൈൻഡ് ഓയിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം, വെളിച്ചെണ്ണയിൽ ചെയ്യരുത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വെജിറ്റബിൾ പിക്കിൾ തയ്യാറാക്കാം. ഇപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 2 സ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ 2 സ്പൂണ് കടുക്. ഇത് രണ്ടും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നമുക്കതൊന്ന് പൊടിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും കൂടെ ഒന്നിച്ചെടുത്തത്. ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഇത് രണ്ടും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു മണമാണ് നമ്മുടെ അച്ചാറിന്. നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കടുക് നമ്മൾ എണ്ണ ഒഴിക്കാതെ ഇങ്ങനെ പൊട്ടത്തില്ലേ, അതുപോലെ ഒന്ന് പൊട്ടി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് മനസ്സിലാകും ജീരകവും നന്നായിട്ട് മൂത്തിട്ടുണ്ട്, അതുപോലെ കടുകും ഫ്രൈ ആയി വന്നിട്ടുണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ ആ സമയമാകുമ്പോഴാണ് നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനുള്ള, മിക്സിയുടെ ചെറിയ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. കണ്ടോ, കടുക് ഇങ്ങനെ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയമാകുമ്പോൾ നമുക്ക് എടുത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തു. നല്ലൊരു മണമാണ്, ജീരകത്തിൻ്റെയും കടുവും കൂടെ വറുത്തതിൻ്റെ ഒരു മണവും. അപ്പോൾ ഇനി നമുക്ക് അതേ പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ എടുക്കുന്നത് നല്ലെണ്ണയാണ്. അത് അളവനുസരിച്ചിട്ട് നിങ്ങൾ ഒഴിക്കുക. ഒരല്പം കൂടുതൽ അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3-4 സ്പൂണ് വേണ്ടി വരും. കടുകിട്ടു, ഉണക്കമുളകും കൂടെ ഇനി ഇതിലേക്ക് ജിഞ്ചറും ഗാർലിക്കും ഇപ്പോൾ എന്ത് മണമെന്നറിയാവോ? കാരണം ഈ നല്ലെണ്ണയിൽ നമ്മൾ അച്ചാറൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ് കേട്ടോ. പിന്നെ ഈ ചതച്ചെടുത്ത ജിഞ്ചറും ഗാർലിക്കും, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തത്, അതും കൂടെ ആകുമ്പോൾ നല്ലൊരു മണമാണ്. ഇനി ഇതിൻ്റെ കുറച്ചൊരല്പം ടേസ്റ്റ്, നമുക്കിപ്പോൾ ടേസ്റ്റ് കുറച്ച് കൂടി നിൽക്കുന്നതാണല്ലോ എപ്പോഴും ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് കൂടെ ചേർക്കുകയാണ്. 1 സ്പൂൺ മതിയാകും. അത് ഓപ്ഷനാണ്, വേണമെന്നുണ്ടെങ്കിൽ മതിയാകും. 1 സ്പൂണ് ജിഞ്ചറും ഗാർലിക്കും പേസ്റ്റ്. നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. 3 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണം, നന്നായിട്ട് മൂക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി നമുക്ക് ഹീറ്റ് ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ കൊണ്ട് വയ്ക്കാം.
ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത്. നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടീസ്പൂൺ മുളകാണ് ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂണ് ഉലുവാപ്പൊടി കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര ഇടുമ്പോൾ തന്നെ നമുക്ക് വിനീഗറും കൂടെ അതിന് മുകളിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വിനീഗറാണ് ഒഴിച്ചത്. വിനീഗർ ആണെന്നുണ്ടെങ്കിലാണ് അല്പം പുളിയും പിന്നെ നമ്മൾ ശർക്കര ഇട്ടുമല്ലോ, അപ്പോൾ ഈ ഒരു മധുരമൊക്കെ കൂടെ നിൽക്കും. മീഡിയം ഫ്ലെയിമിൽ ഇടാൻ മറക്കരുത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ചൂടായി നന്നായിട്ട് തിളച്ച് വന്നു. നല്ലൊരു മണമാണ് ഈ സമയമാകുമ്പോൾ. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച് മാറ്റി വെച്ചിരുന്ന കടുകും ജീരകവും ചേർത്തത് അതും കൂടി ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമാണ്. നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഒരല്പം, അച്ചാറല്ലേ, പിക്കിളാണ്, അപ്പോൾ ഉപ്പ് ഒരല്പം നോക്കിയതിന് ശേഷം ചേർക്കുക. ഇനി ഉപ്പ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അപ്പോൾ എല്ലാം നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ടിട്ട് കൊടുക്കാം. ആദ്യം ഇടേണ്ടത് നാരങ്ങയാണ്, കാരണം അതിന് പുളിപ്പുമുണ്ട്. പിന്നെ അതിൻ്റെ തോല് പെട്ടെന്ന് നമുക്ക് ഇതായി വരത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് നാരങ്ങ ഇടുക. പിന്നെ മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇതുപോലെ ചെറിയൊരു മധുരവും പുളിയും കൂടെ ചേർന്നൊരു മാങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. പാഴ്സണിപ്പ് അല്ലെങ്കിൽ മധുരമുള്ളത് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ കോവയ്ക്ക, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്താ മണമെന്നറിയാമല്ലോ ഇപ്പോൾ ഈ സമയമാകുമ്പോൾ എല്ലാം കൂടെ ചേർത്ത്, അതായത് വിനീഗറും നമ്മുടെ ശർക്കരയും പിന്നെ അതുപോലെ കറി ലീഫിൻ്റെ ഒക്കെ ഒരു മണമാണ്. എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ സമയമാകുമ്പോൾ നമ്മൾ കിടക്കുന്ന ഈ ഒരു വെജിറ്റബിൾ ഉണ്ടല്ലോ, ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിക്കിട്ടും. അപ്പോൾ ഒരുപാട് വെന്ത് ഉടയരുത്, ഒന്ന് ചെറുതായിട്ട് വാടിക്കിട്ടിയെങ്കിൽ മാത്രമേ നമ്മളിത് ഒരു ഭരണിയിലോ അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ നമ്മൾ ഇറക്കി വെക്കുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഒന്ന് സോഫ്റ്റ് ആവണം അല്ലേ, നന്നായിട്ടൊന്ന് കുതിർന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവണം. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നത്. ഇനി ഒരു 5-10 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിന് മുകളിലേക്ക് ഒരല്പം കായപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി മതിയാകും. അതും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒട്ടും വെള്ളം നമ്മൾ ചേർത്തിട്ടില്ല. വെജിറ്റബിളിൽ നിന്ന് വെള്ളം ഇറങ്ങാനും ചാൻസ് ഇല്ല, കാരണം നമ്മളിത് അടച്ച് വെക്കുന്നില്ല. ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ ഭാഗത്തും ഈ നമ്മളിട്ട് അരപ്പ് എല്ലാ ഭാഗത്തും നമ്മുടെ പൊടികളെല്ലാം മിക്സ് ചെയ്ത് നന്നായിട്ട് വരണം. പിന്നെ ഈ കടുകിൻ്റെയും ജീരകത്തിൻ്റെയൊക്കെ ഒരു മണം നന്നായിട്ട് നിൽക്കും. ഇപ്പോൾ തന്നെ നോക്ക്, എല്ലാ ഭാഗത്തും ഇങ്ങനെ വെജിറ്റബിൾ നന്നായിട്ട് പിടിച്ചു നന്നായിട്ട് ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ചൂടായി വന്ന് ഈ വെജിറ്റബിൾ ഒന്ന് നന്നായിട്ട് വാടി തുടങ്ങുമ്പോൾ നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കൊരു ബോട്ടിലോട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഭരണിയിലൊക്കെ നന്നായിട്ട് തണുക്കണം. അതിനുശേഷം ഒരു 3 ദിവസം 4 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം നിങ്ങളിത് എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ പിക്കിള്. നാരങ്ങയുടെ ഒരു കയ്പും പുളിവും അതുപോലെ മാങ്ങയുടെ പുളിപ്പും ഒക്കെ ചേർന്നിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വീട്ടിലുള്ള പെട്ടെന്നുള്ള സാധനങ്ങൾ തന്നെയാണ്. പിന്നെ ഈ അച്ചാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് വെജിറ്റബിൾ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ 1 മാസം അല്ലെങ്കിൽ 2 മാസം വരെയൊക്കെ അതുവരെ നിൽക്കത്തില്ല, അതിന് മുമ്പ് നമ്മൾ കഴിച്ച് തീർക്കും. പക്ഷേ 1 മാസം വരെയൊക്കെ കേടുകൂടാതെ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള ഒരു അച്ചാറാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. മറക്കാതെ ബെല്ലൈക്കൺ അമർത്തുക, എങ്കിലും നോട്ടിഫിക്കേഷൻ സമയത്ത് കിട്ടുകയുള്ളൂ, അപ്ഡേറ്റ് ആയിരിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത മനോഹരമായ ഒരു വ്യത്യസ്തമായൊരു വിഭവമായി കാണുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ് അമ്മൂസ് കിച്ചൻ UK.